നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഹെൽത്തി ആണെന്നും അതുപോലെ തന്നെ സേഫ് ആണെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ കേരളത്തിന്റെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ പേര് പ്രത്യേകിച്ച് ലോക്ക്ഡൌൺ ആയതിനു ശേഷം എനിക്ക് ഡെയിലി മെസ്സേജ് അയക്കുന്നുണ്ട്, വീണ ചേച്ചി എന്താണ് മൈദ പൊറോട്ട ചെയ്യാത്തതെന്ന്. ശരിയാണല്ലേ, ഞാൻ കുറേ നാളുകളായി വിചാരിക്കുന്നു, പക്ഷെ ഇതുവരെ അതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനു മുൻപ് 2 വർഷം മുൻപ് ഞാൻ വീറ്റ് പൊറോട്ട, അതായത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പൊറോട്ട ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരുപാട് പേര് കണ്ടു, ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഇന്നത്തെ മൈദ പൊറോട്ടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അതായത് നമ്മുടെ തട്ടുകടയിലൊക്കെ അവർ അടിക്കുന്ന പോലത്തെ പൊറോട്ടയല്ല ഞാൻ ചെയ്തിരിക്കുന്നത്, നമുക്ക് വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈസി വെർഷൻ. അപ്പോൾ ഞാൻ പല രീതിയിൽ ഞാൻ ചെയ്ത് നോക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവേത് വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമാണ് മറ്റുള്ളവർക്കും കൂടി ഈ വീഡിയോനെ കുറിച്ച് അറിയാനും നമ്മുടെ വീണാസ് കറികളെ കുറിച്ച് അറിയാനും സാധിക്കുകയുള്ളൂ. ആ ഒരു ഉപകാരം നിങ്ങൾ എനിക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കുറേ പേര് ഇപ്പോൾ പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻസ് വരുന്നില്ല എന്ന്. ഞാൻ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അയക്കുന്നത്. അപ്പോൾ അതിപ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആഴ്ചയിലും 5 ദിവസമെങ്കിലും ഞാൻ മിനിമം വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്ന നീർദോശ, ഞാനും ബാച്ചിലേഴ്സ് വേർഷനാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. തേങ്ങയും അരിയൊന്നും ഇല്ലാത്ത അരിപ്പൊടി വെച്ചിട്ടുള്ള നീർദോശ. അപ്പോൾ അതും കാണാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിയാണ് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള കേരള പൊറോട്ട തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മൈദ പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ 3 കപ്പ് മൈദയാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ വെള്ളം എടുക്കുന്നത് സെയിം കപ്പിൽ തന്നെ മൈദ. അപ്പോൾ 3 കപ്പ് എന്നുള്ളത് 3 കപ്പ് ഉണ്ടാക്കിയാലും അറ്റ്ലീസ്റ്റ് ഒരു 9 or 10 പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 3 കപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ 1 കപ്പിൽ ചെയ്ത് നോക്കിയാൽ മതിയാകും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വലിയ ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായി കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒരു വലിയ പാത്രം എടുക്കുക, അതിലോട്ട് നമ്മൾ മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുമ്പോൾ പൊറോട്ടയൊക്കെ കുഴയ്ക്കുമ്പോൾ വെള്ളത്തിലോട്ടാണ് മാവ് ഇടാറുള്ളത്. പക്ഷേ ഈ പൊറോട്ട ആകുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് അത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ മാവിലോട്ട് തന്നെയാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്കിതിലോട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ ഒരുപാട് ഇടാൻ പാടില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മൾ ഈ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയൊരു ഗോൾഡ് കളർ വരില്ലേ, ആ ഒരു കളർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മാവിൻ്റെ അളവ് കുറയും തോറും പഞ്ചസാരയുടെ അളവ് അങ്ങ് കുറച്ചാൽ മതി. പഞ്ചസാര കൂടുതൽ ഇടാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഈ പൊറോട്ടയ്ക്ക് നല്ല മധുരം വരും. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി ചിലവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കും, പാല് ചേർത്ത് കൊടുക്കും, അതുപോലെ തന്നെ നെയ്യ്, വെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാൻ എല്ലാ രീതിയിലും ട്രൈ ചെയ്ത് നോക്കിയുള്ള ഒരാളാണ്. അപ്പോൾ മുട്ട ചേർത്തുണ്ടാക്കിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈദ പൊറോട്ട ഉണ്ടാക്കി വരുമ്പോൾ പൊറോട്ടയുടെ കളർ തന്നെ ഒരു മഞ്ഞയായിട്ട് മാറിപ്പോവും. മാത്രമല്ല മുട്ടയുടെ വാസന അങ്ങ് മുന്നോട്ട് നിൽക്കുന്ന പോലെ എനിക്കെന്തോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ തന്നെ ഞാൻ മുട്ടയുടെ വെള്ളം മാത്രം ഇട്ട് ചെയ്ത് നോക്കി. അപ്പോൾ ഈ മാവ് ഭയങ്കര ടൈറ്റായി. മാത്രമല്ല ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കിനും ഭയങ്കര റഫായിട്ട് നമ്മൾ 2 കൈ ഉപയോഗിച്ചിട്ടാണ് പിടിച്ച് വലിച്ചാലാണ് പൊറോട്ട കഴിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പാല് വെച്ച് ചെയ്തപ്പോഴും ഒക്കെ എനിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ പുറത്ത് നമ്മുടെ തട്ടുകടകളിലൊക്കെ ചെയ്യുന്ന പോലെ വെറും വെള്ളം മാത്രമാണ് ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത്. പക്ഷേ കുറച്ച് ഓയിൽ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു ഇഷ്ടം തോന്നിയ റെസിപ്പിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. പലരും പല രീതിയിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കിതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണെങ്കിലും സൺഫ്ലവർ ഓയിലാണെങ്കിലും അതേസമയം ഡാൽഡ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. അതേസമയം നെയ്യ് താല്പര്യം ഉണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ 2 ടേബിൾ സ്പൂണും കൂടെ ഓയിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വെള്ളം കുറച്ച് ചേർത്ത് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലോട്ട് ഞാൻ പച്ചവെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് കുഴച്ചതിന് ശേഷം വീണ്ടും ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ച് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുഴച്ച് നോക്കട്ടെ. വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ വെള്ളം ഒഴിക്കേണ്ടി വരും. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. മതിയാവുന്ന തോന്നുന്നത്. ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ ഓരോ മൈദ അനുസരിച്ചും വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരും. അപ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ട് മൈദ വെച്ചിട്ട് ഓരോ ഐറ്റംസ് ഉണ്ടാക്കി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ കിട്ടുന്ന മൈദയും നാട്ടിൽ കിട്ടുന്ന മൈദയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിലുള്ള മൈദ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ്സും ഒരു 2-3 ടേബിൾ സ്പൂണും വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഇതങ്ങ് കുഴച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടുതൽ പോലെ തോന്നും, പക്ഷേ കുഴപ്പമില്ല. നമ്മൾ കുഴച്ച് വരുമ്പോൾ അത് കറക്റ്റായി കിട്ടും. ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റ് ഇത് കുഴയ്ക്കണം. കുഴയ്ക്കുന്നതിലാണ് ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ സമയം എടുത്ത് കുഴയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ മതി കുഴച്ച് തരാൻ. അപ്പോൾ നിങ്ങൾക്ക് കുഴയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ഇങ്ങനെ മാവ് വിടർത്തി എടുക്കുക. അപ്പോഴും നന്നായിട്ട് അത് മിക്സ് ആയിക്കോളും. നമുക്ക് കുഴയ്ക്കാനുള്ള ജോലി എളുപ്പമാവുകയും ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് എടുത്താൽ മതിയാകും. ഇതാ അപ്പോൾ ഞാനൊരു 10 മിനിറ്റോളം നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല ഉള്ളിലോട്ട് വിരലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്നൊരവസ്ഥയിലേക്ക് എത്തണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗളിൽ ഇത് വെച്ചതിന് ശേഷം 1 മണിക്കൂർ, മിനിമം 1 മണിക്കൂർ മതിയാവും. മാക്സിമം നിങ്ങൾക്ക് എത്ര മണിക്കൂർ വെക്കുന്നോ അത്ര നന്നായിരിക്കും. ഞാനിപ്പോൾ ഇത് 1 മണിക്കൂറേ വെക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബൗളിലോട്ട് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. അത് ഡ്രൈ ആവാതിരിക്കാനാണ് നമ്മൾ ഓയിൽ തടവി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ മാവ് വയ്ക്കുക. എന്നിട്ടും അതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. കൈ കൊണ്ട് തടയാൻ മതി കേട്ടോ, ബ്രഷുള്ള കാരണം ചെയ്തൊന്ന് മാത്രം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു വെറ്റ് ക്ലോത്ത്, ഒരു നനഞ്ഞ തുണി ഇതിൻ്റെ മുകളിൽ തട്ടുന്ന പോലെ വെക്കണ്ട, മേലെ കൂടെ വെച്ചാൽ മതി. ഈ പാത്രത്തിൻ്റെ മേലെ വെച്ചതിന് ശേഷം ഒരു പ്ലേറ്റ് വെച്ചിട്ടോ മൂടി വെച്ചിട്ടോ അടച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ നിങ്ങൾക്ക് 1 മണിക്കൂറല്ല കേട്ടോ, കൂടുതൽ സമയം വെക്കുക. കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും. ഇനി നമുക്കിതിനെ ഈക്വൽ പോർഷനായിട്ട് അങ്ങ് മുറിക്കാം. എനിക്ക് സാധാരണ രീതിയിൽ ഈ ഒരു അളവ് വെച്ചിട്ട് 9 എണ്ണമാണ് കിട്ടാറുള്ളൂ. 9 വലിയ പൊറോട്ട. ചെറിയ പൊറോട്ടയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കിട്ടും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന രീതിയിലുള്ള വലിയ പൊറോട്ട ആണെങ്കിൽ 9 എണ്ണമാണ് ഈ ഒരു അളവിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 9 പീസായിട്ട് ഇതങ്ങ് കട്ട് ചെയ്യാം. ഇച്ചിരി ഒരെണ്ണം ചെറുതായാലും വലുതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ. 9 എണ്ണമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉരുളകളാക്കി ഉരുട്ടിയതിന് ശേഷം ഇതിനെ 30 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കാരണം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു സോഫ്റ്റ്നെസ് വരുള്ളൂ. ഉരുളകൾ ഇതേപോലെ ആക്കുക. എളുപ്പത്തിൽ നമുക്ക് ഉരുളകളാക്കാൻ പറ്റും. ഇങ്ങനെ എടുക്കുക. നന്നായിട്ട് നമ്മൾ ആദ്യമേ തന്നെ കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മൊത്തം 9 ഉരുളകളും ഇതേപോലെ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 9 ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഉരുളയുടെ മേലെ കൂടെ ജസ്റ്റ് ഒന്ന് കുറച്ച് മാത്രം എണ്ണ ഒന്ന് തടവി കൊടുക്കുക. അത് ഡ്രൈ ആവാതിരിക്കാനാണ് നമ്മൾ എണ്ണ തടവുന്നത്. ബാക്ക് സൈഡിലും ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എല്ലാത്തിലും ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20-30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അത് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു തുണി ഇട്ട് കൊടുക്കാം. ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പരത്താൻ തുടങ്ങണം. അതിന് മുമ്പായിട്ട് ഒരു പ്ലേറ്റോ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് എല്ലാതും ആ പ്ലേറ്റിലോട്ട് മാറ്റുക. നമുക്ക് പരത്താനുള്ളത് മാത്രം ഒരു ഉരുള ഇതിലോട്ട് വെക്കുക. നിങ്ങൾ കിച്ചണിൽ ചെയ്താൽ മതി കേട്ടോ. കിച്ചണിൽ നമ്മൾ ഗ്രാനൈറ്റിലൊക്കെ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. എനിക്കിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ഞാൻ കിച്ചൺ കൗണ്ടറിൽ തന്നെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് സൗകര്യമായിട്ട് പരത്താൻ പറ്റുക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഈ ബോർഡിൽ എവിടെയാണ് നമ്മൾ ഇത് പരത്താൻ പോകുന്നത് അവിടെ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ കയ്യിലൊരു ഇച്ചിരി എണ്ണ എടുത്തതിന് ശേഷം മാക്സിമം പരത്തി കൊടുക്കുക. അല്ലെങ്കിൽ ഒരു റോളറിൻ്റെ സഹായത്തോടു കൂടി പരത്തിയാലും മതിയാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പരത്തിയിട്ട് ഒരു 5 മിനിറ്റ് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും. ഇത് ഇരിക്കും തോറും നല്ല ആയിട്ട് നമുക്ക് നീട്ടി വലിച്ചെടുക്കാൻ പറ്റും. അതാണ് ഈ മൈദയുടെ ഒരു ഗുണം. ഈ ഉള്ളം കൈ വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ വലിഞ്ഞ് വന്നോളും. കൈ കൊണ്ട് കാണിക്കുമ്പോൾ എന്തൊരു ഈസി ആയിട്ട് നോക്കി പരത്താൻ പറ്റണമെന്ന് നോക്കൂ. റോളർ പിന്നിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ സമയം ഒരു ഇച്ചിരി നേരം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളെ ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റും. അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത്ര എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ലേ. പിന്നെ ഹെൽത്തി ഒന്നുമല്ല, വല്ലപ്പോഴൊക്കെ കഴിക്കാം. നമ്മൾ മലയാളികൾക്ക് പൊറോട്ട ഹെൽത്തി അല്ലെന്ന് അറിയാം. എങ്കിൽ പോലും പൊറോട്ട കാണുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലേ. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. വെറുതെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് കൊടുത്താൽ മതി.
20 മിനിറ്റ് എന്നുള്ളത് ഇപ്പോൾ ഒരു 10-40 മിനിറ്റ് കൂടുതൽ അത് ഉണ്ടകൾ ഉരുട്ടിയത് എടുത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പണികൾ കഴിയും. അപ്പം എൻ്റെ ബോർഡിന് ഇത്രേ വലിപ്പമുള്ളൂ. ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ കിച്ചണിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വലുതായിട്ട് ഇത് പരത്തിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ അതനുസരിച്ചാണ് കേട്ടോ പരത്തുന്നത്. ഇപ്പോൾ ഇവിടെ ഇച്ചിരി ഹോളൊക്കെ വന്നിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. ഹോള് വന്നാലൊരു പ്രശ്നം ഉണ്ടാവില്ല. അത് ടെൻഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ബോർഡിൽ പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം നൈസായിട്ട് പരത്തിയിട്ടുണ്ടാണ്. ഇനിയും പരത്താൻ പറ്റും, പുറത്തേക്ക് വരും. പിന്നെ അത് നമുക്ക് മുറിച്ചതിന് ശേഷം വലിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും മാക്സിമം ഞാൻ നൈസായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട് ബോർഡിൽ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കൊരു കത്തിയുള്ള നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചിട്ട് നൈസായിട്ട് കുഞ്ഞായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. നമുക്ക് ലെയേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയുന്നത്. എനിക്ക് ഈ ഐഡിയ കിട്ടിയത് സലു കിച്ചണിലെ സമീറയുടെ അടുത്തു നിന്നാണ്. സമീറയുടെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഒരു റെസിപ്പികളിലൊന്നാണ് ഈ പറാത്ത. സമീറയാണ് ഇങ്ങനെ ഇതുപോലെ വരഞ്ഞ് കാണിച്ചു തരുന്നത്. വളരെ നൈസ് ടെക്നിക്കാണത്. അപ്പോൾ സമീറ, താങ്ക് യു സോ മച്ച്. ഞാൻ പല രീതിയിലും ചെയ്ത് നോക്കിയതിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണിത്. അപ്പോൾ നമുക്ക് മാക്സിമം ഇതേപോലെ നൈസായിട്ട് വരഞ്ഞു കൊടുക്കാം. നല്ല മൂർച്ചയുള്ള കത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗോതമ്പ് പൊറോട്ടയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇതിന് മുകളിലൊരു അല്പം പൊടി വെതറേണ്ട കാര്യം, അത് ഇതിലും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരല്പം മാത്രം. ഒരുപാടായി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊറോട്ട റഫായിട്ട് മാറും. ഇതൊന്ന് ലെയേഴ്സ് ഒന്ന് തിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് എണ്ണയുടെ മുകളിൽ കൂടെ ഒന്ന് വെതറി കൊടുക്കുന്നത്. ഇത്ര മതിയാകും. എന്നിട്ട് സൈഡിൽ നിന്ന് എല്ലാം കൂടി ഇങ്ങ് കൊണ്ടുവരാം. നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാം കൂടി ഒരുമിച്ചായല്ലോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇവിടുന്ന് കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് അങ്ങോട്ട് കൂട്ടിയെടുക്കാം. നമ്മളിപ്പോൾ കടയിൽ ചെയ്യുന്ന പോലെ അവർ ചെയ്യുന്ന പോലെ വീശിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലേ. പല ടെക്നിക്ക് ഉപയോഗിച്ച് ചെയ്ത് നോക്കി അതിൽ ഏറ്റവും പെർഫെക്റ്റാണ് നമ്മളിത് കൊണ്ടുവരുന്ന വീഡിയോ ആക്കുന്നത്. അപ്പോൾ അതെ ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. ഇനി ഒന്ന് വലിച്ചു കൊടുക്കുക. ഒരുപാട് വലിക്കരുത്. ഒരുപാട് വലിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പൊട്ടിപ്പോകും. അപ്പോൾ മാക്സിമം നമ്മളൊന്ന് വലിച്ചു കൊടുക്കുക. അതിന് ശേഷം ഈ നമ്മൾ പൊറോട്ട ചുറ്റിയെടുക്കുക. ചുറ്റി ഉള്ളിലോട്ട് ഈ ഭാഗം ലാസ്റ്റ് ഉള്ളിലോട്ട് അങ്ങോട്ട് ആക്കി കൊടുക്കുക. ഇത് നമുക്ക് 20 മിനിറ്റെങ്കിലും എടുത്ത് വെക്കണം. അപ്പോഴാണ് പിന്നെ നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് പരന്ന് വരുള്ളൂ. റോളർ വെച്ചിട്ട് പരത്തിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് 20 മിനിറ്റ് എടുത്ത് വെക്കാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു അല്പം കൂടെ എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം 20 മിനിറ്റ് നമ്മുടെ പാത്രത്തിൽ തുണിയിട്ട് മൂടി അടച്ചു വെക്കാം. ഇതുപോലെ തന്നെ എല്ലാതും റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോഴേക്കിനും അത്രയും റെസ്റ്റിംഗ് ടൈം അവിടെ കിട്ടുന്നുണ്ട്. അത് നല്ലതാണ് റെസ്റ്റിംഗ് ടൈം കിട്ടുന്നത്. പിന്നെ എപ്പോഴും ഓരോന്ന് എടുക്കുമ്പോഴും കയ്യിൽ എണ്ണ പുരട്ടാനും ഇതിൻ്റെ മുകളിൽ ഒരു അല്പം എണ്ണ പുരട്ടാനും ശ്രദ്ധിക്കാം. അപ്പോൾ അത്രയുള്ള പരിപാടി. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ മൊത്തത്തിലെല്ലാം ഇങ്ങനെ റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതെ ഞാൻ എല്ലാതും ഇതുപോലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ അത്ര നന്നായിരിക്കും. അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോഴേക്കിനും ആദ്യം ചെയ്തത് 20 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവും ഏകദേശം. എന്നാലും ഞാനൊരു 10 മിനിറ്റും കൂടെ അടച്ചു വെക്കുകയാണ്. അതിനുശേഷം നമുക്കിത് പരത്തിയിട്ട് ചുട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു എക്സ്ട്രാ 10 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഓരോന്നായിട്ടും പരത്തിയെടുക്കാം. നിങ്ങൾക്ക് പരത്തിയിട്ട് അപ്പം ചുട്ടെടുത്താൽ മതി. അല്ലാണ്ട് ഒരുമിച്ച് എല്ലാം കൂടി പരത്തി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഒരെണ്ണം എടുക്കുക, ബാക്കിയുള്ളത് അടച്ചു വെക്കുക. എന്നിട്ട് നന്നായിട്ടിങ്ങനെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലെയേഴ്സ് നമുക്ക് ഇപ്പോഴേ കാണാൻ പറ്റുന്നുണ്ട്. മാക്സിമം ഒരുപാട് ഇങ്ങനെ പ്രഷർ കൊടുക്കാൻ പാടില്ല. അല്ലാതെ കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഓവറായിട്ട് തിക്കായി കഴിഞ്ഞാൽ നന്നായിട്ട് വരില്ല. ആവാൻ കുറച്ച് സമയം പിടിക്കും. അതുകൊണ്ട് മാക്സിമം നമ്മളത് പരത്തി കൊടുക്കുക കേട്ടോ. ഇത് മതിയാവും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പൊറോട്ട നമ്മൾ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പരത്തും ചുടും, അതിനുശേഷം അടുത്തത് പരത്തും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു തവ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ തവ നന്നായി ചൂടായിട്ടുണ്ട്. അതിലോട്ട് ആദ്യം തന്നെ ഒരു അല്പം എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ തുണി കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് നമ്മുടെ ആദ്യത്തെ പൊറോട്ട വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ആയതിന് ശേഷം തിരിച്ചിടണം. അതിനുശേഷം അതിൻ്റെ 2 സൈഡിലും ഇതേപോലെ തന്നെ ജസ്റ്റ് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത് കേട്ടോ.
ചെറുതായിട്ടൊരു കളർ ചേഞ്ച് വരുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിടാം. ഇപ്പം എണ്ണ വരട്ടണ്ട, ഒന്നും കൂടെ തിരിച്ചിടുമ്പോൾ മാത്രം എണ്ണ വരട്ടി കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് മുട്ടയുടെ വാസനൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഒരു മുട്ട ചേർത്ത് കൊടുത്താൽ മതി. മാവ് കുഴയ്ക്കുന്ന സമയത്ത് അപ്പം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചും കൂടെ കുറവ് മതിയാവും കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ പാലൊഴിക്കണമെങ്കിലും പാലൊഴിച്ചാൽ മതി, വെള്ളത്തിന് പകരമായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. പക്ഷെ ഞാൻ വെള്ളത്തിൽ ചെയ്യാനാണ് പ്രിഫർ ചെയ്യുന്നത്. നമുക്കൊന്ന് തിരിച്ചിടാം. ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരല്പം എണ്ണ ഇതേപോലെ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ലെയർ വന്നിട്ടുണ്ട്. ഈ പൊറോട്ട അടിക്കുന്നതിലാണ് അതിൻ്റെ ആ ലെയേഴ്സ് കറക്റ്റായിട്ട് വിട്ട് വരിക. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം എല്ലാം റെഡി ആയതിനു ശേഷം ഒരുമിച്ച് വെച്ചിട്ടാണ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പൊറോട്ട നമ്മൾ വെച്ചിട്ട് അതൊന്ന് ഇതേപോലെ തന്നെ ഒരു തുണിയോട് മൂടി വെച്ചോളൂ, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് തണുത്ത് പോകും. തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പൊറോട്ടയ്ക്ക് ലെയേഴ്സ് വരില്ല. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല ഗോൾഡ് കളറാവുന്ന വരെ അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ലെയേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ലേയേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ. അത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ തൽക്കാലം നമുക്ക് ആദ്യം തന്നെ അത് കുക്ക് ചെയ്തെടുക്കാം. നന്നായി കുക്കാവണം കേട്ടോ, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൈദയുടെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ കറക്റ്റായിട്ട് ഇത് കുക്കായിട്ടുണ്ട്, നല്ല കളർ വന്നിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന കളർ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ലേയേഴ്സ് കാണുന്നുണ്ടോ നിങ്ങൾ? നന്നായിട്ട് ലേയേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യത്തെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി ഒരു സ്ഥലത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു ഇനി നമ്മൾ നനഞ്ഞ തുണി ഇടാൻ പാടില്ല, ഒരു ഉണങ്ങിയ തുണി അതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി വന്നതിന് ശേഷം നമ്മൾ അടിക്കേണ്ടത് അടുത്ത പൊറോട്ട ഇതേപോലെ തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ പരത്താൻ വേണ്ടിയിട്ട് കട്ടിംഗ് ബോർഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നേരത്തെ കാണിച്ച പോലെ തന്നെ മിഡിൽ പോർഷനിൽ നിന്ന് സൈഡിലോട്ടങ്ങ് പരത്തി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ചട്ടിയിലോട്ട് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് എപ്പോഴും തവ വെക്കേണ്ടത്. ഇനി നമ്മുടെ തവയിലോട്ടൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. നമ്മുടെ പൊറോട്ട അതിലോട്ട് വെച്ച് കൊടുക്കുക. പൊറോട്ട വെക്കുമ്പോൾ സൂക്ഷിച്ച് വെക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ലേയേഴ്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഫുൾ ലേയേഴ്സാണ് കേട്ടോ. ചൂടാണ്. വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അത് ലേയേഴ്സ് കറക്റ്റായിട്ട് വിട്ട് വരുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ലേയേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്, എന്നാലും അത്ര അങ്ങോട്ട് പ്രോമിനൻ്റ് അല്ല. എടുക്കുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ പൊറോട്ട ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്ത് വെച്ചാൽ ഒരുപാട് അങ്ങ് കട്ടിയായിട്ട് മാറും. അപ്പോൾ രണ്ടാമത്തെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാതും റെഡിയാക്കി എടുക്കട്ടെ. ഞാൻ 9 എണ്ണം റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് പിന്നെ അത് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് അവസാനത്തെ പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി എല്ലാ പൊറോട്ടയും ഒരുമിച്ച് എടുത്തതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കണം. തുണിയിൽ നിന്നുള്ള പൊറോട്ട നമ്മൾ പുറത്തേക്ക് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കുക. എന്നാലും ജാൻചേട്ടനെ വിളിക്കട്ടെ കേട്ടോ. അപ്പോൾ ജാൻചേട്ടൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വൃത്തിയായിട്ട് വരും. നമുക്കിത് ശീലമില്ലാത്തതുകൊണ്ടേ ചേട്ടന് കൈമാറുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. എനിക്കിതായിരുന്നില്ല പണിയിട്ട. ഇതൊരു മോശം പണിയാന്നല്ല പറയണ. മതിയാവും അല്ലേ? ഓവർ ആക്കണ്ട. സൂപ്പറായിട്ടുണ്ട്. അതെ, ഇതൊക്കെ ആകെ പൊലിഞ്ഞു വന്നു. അങ്ങനെയാണ് പൊറോട്ട ഇരിക്കേണ്ടത് എടുക്കുമ്പോൾ. താങ്ക് യു. അപ്പോൾ ജാൻചേട്ടന് താങ്ക്സ് ഉണ്ട്. അതേ കണ്ടില്ലേ, പിന്നെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലത്തെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓരോ പൊറോട്ട ഇരിക്കുന്നുണ്ടല്ലോ, എന്തെല്ലാമായിരുന്നു നോക്കി. അപ്പോൾ ഇതിന് ലെയേഴ്സ് എണ്ണാനൊന്നും പറ്റില്ല, അത്രയ്ക്ക് ലെയേഴ്സ് ഉണ്ട്, അത്രയ്ക്ക് സോഫ്റ്റാണ്. ഇത് വളരെ ഈസി അല്ലേ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. നമ്മൾ പൊറോട്ട അടിക്കുന്നത് കാണുമ്പോൾ പേടിച്ചു പോകില്ലേ, നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടില്ലേ പലർക്കും. പക്ഷേ ഇപ്പം മനസ്സിലായില്ല അത്ര ഈസിയാന്നുള്ള കാര്യം. നമ്മളിതിൽ പാലോ മുട്ടയോ ഒന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ സൂപ്പർ ഈസി ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ അതുപോലെ ഫേസ്ബുക്ക് വഴിയോ ഇൻസ്റ്റ വഴിയോ ഒക്കെ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ചേച്ചീനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ നീർദോശയിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യുന്നില്ല. നോമ്പെടുക്കുന്ന നമ്മുടെ പല സുഹൃത്തുക്കളും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. ഇതിൻ്റെ കൂടെ കഴിക്കുന്ന കോമ്പിനേഷൻസ് ഞാൻ പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബീഫ് കറിയോ ചിക്കൻ കറിയോ, അതേസമയം വെജിറ്റേറിയൻസ് ആണെങ്കിൽ വെജിറ്റേറിയൻ കറികളോ ഒക്കെ കൂട്ടിയിട്ട് സുഖമായിട്ട് കഴിക്കുക. അപ്പോൾ വീണാസ് കറികളിൽ നമ്മളെ പൊറോട്ട ഇല്ല എന്നുള്ള കംപ്ലയിൻറ്റ് മാറിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.